യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം. സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിന രാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈരപ്പൽക്കാലം സർവശക്തനായ ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാൻ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, പ്രിയ ദൈവം, ഇതിലെ നീ ഒറ്റയ്ക്കല്ല. നിന്റെ ജീവിതയാത്രയിൽ നിന്നെ കരം പിടിച്ചിരിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. സ്തോത്രം. പകുതി വഴി വെച്ച് വിട്ടേച്ച് പോകാത്ത, നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക കൂടെയിരുന്ന് നിന്നെ കരം പിടിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കുക. ആ കർത്താവ് നമ്മെ ഒരു നാൾ കൈവിട്ട് കളയുകയല്ല, ഉപേക്ഷിക്കത്തില്ല. ആ സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കി നമ്മെ മാനിക്കുന്ന ദൈവം. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നിന്റെ വീഴ്ച കാണുക, നിന്റെ പരാജയം കാണുക, നിന്റെ തോൽവി കാണുക, നിന്റെ ഇല്ലായ്മ കാണുക, നീ നശിച്ച് കാണുന്നത് കാണുക. നോക്കി നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപാകെ എന്റെ ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്റെ തല ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതെ, ഈ പകൽക്കാലം വിശ്വാസത്തോടും ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആമീൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ, ഒരു ദൈവശബ്ദമായിട്ട് സ്തോത്രം, ഈ വചനത്തെ നാം ഏറ്റെടുത്ത് ബലപ്പെട്ട് ധൈര്യപ്പെട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ശത്രു നിനക്ക് വരുന്ന ദോഷമല്ല കാണാൻ പോകുന്നത്. അതേ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കി നിന്നെ മാനിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കുക. നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പദ്ധതിയും ഇട്ട് നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തെ സ്തോത്രം, നിന്നെ താഴ്ത്തിക്കളയുന്ന ഒരു ദൈവമല്ല, നിന്നെ പരാജയപ്പെടുത്തി കളയുന്ന ദൈവമല്ല, അവരുടെ മധ്യത്തിൽ ഹല്ലേലൂയ അതെ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞു കളഞ്ഞ ദാവീദിനെ ദൈവം അവരുടെ നടുവിൽ വച്ച് തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നിറയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നെങ്കിൽ ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ എത്രേ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ദൈവ പൈതലെ, നീ വിശ്വസ്തയോടെ അതേ പരമാർത്ഥ ഹൃദയത്തോടെ നീ ദൈവത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും ഇടയായി തീരുന്നുവെക്കെ നിന്നെ മാനിക്കുന്ന ഒരു ദിനമുണ്ട്. ആ ദിനത്തിനായി നീ കാത്തിരിക്കുക. സ്തോത്രം. ഇവിടെ വചനത്തെ കാണുന്നു, എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയിൽ നിന്ന് ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പരിപാലനവും ദൈവം തന്ന് നമ്മെ കാത്തു രക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദാവീദിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പന്റെ ആടുകളെ മേച്ച് വനാന്തരത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അതേ പല പ്രതികൂലങ്ങൾ ഉണ്ടായി, പല പ്രതിസന്ധികൾ കടന്നു വന്നു. എന്നാൽ അതിന്റെ നടുവിലൊക്കെയും ഇവിടെ വചനത്തിൽ കാണുന്നു, കൂരിരു താഴ്വരെ കൂടി നടന്നപ്പോഴും ഭയം കൂടാതെ വേണം മുന്നോട്ട് നടക്കുവാൻ ദൈവം കൃപ കൊടുത്ത് നടത്തുവാനായിട്ട് ഇടയെത്തുന്നു. മരണ താഴ്വരയുടെ നടുവിൽ കൂടി കടന്നു പോയപ്പോഴും പച്ചയായ പുൽപ്പുറങ്ങളിൽ വഴി നടത്തി. ഹല്ലേലൂയ. അതേ, ദാവീദിനെ പുലർത്തിയായ ദൈവത്തെ പറ്റി എത്ര ഇവിടെ പറയുന്നത്, എന്റെ
ശത്രുക്കൾ കാൺകെ ഹാലേലൂയ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നാം ധൈര്യപ്പെട്ടിരിക്കുക, ഉറപ്പുള്ളവരായിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല. അതേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് നിന്നെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ചില അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുക, ഇതൊക്കെ ദൈവ പദ്ധതിയാണോ, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണോ, ഞാൻ ഇതിൽ കൂടിയൊക്കെ കടന്നു പോകുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്ര. ശത്രു നിന്റെ ജീവിതത്തിൽ തിന്മയ്ക്കായി കൊണ്ടുവരുന്നതിനെ നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ചിലതിനകത്തൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ശത്രുമണ്ഡലം ചിന്തിച്ചിരിക്കുക, ഇവിടെ കൊണ്ട് തീർന്നു, ഇവിടെ കൊണ്ട് അവസാനിച്ചു, ഇനി എഴുന്നേൽക്കേല ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സന്തോഷിക്കുവാൻ ഇടയായി തീരുമ്പോ ഞാൻ പറയട്ടെ, ആ സന്തോഷം അധിക ടൈം നിൽക്കുവാനായിട്ട് ഇടയായി തീരാതവണ്ണ നിന്നെ അതിന്റെ മധ്യത്തിൽ തല ഉയർത്തി മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ആരെയാണ് ഈ ദിവസങ്ങളിൽ സേവിക്കുന്നതെന്ന് ദേശങ്ങളിൽ അറിയത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. പിതാവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദാവീദ് പ്രകാരം പറയുവാനായിട്ടുള്ള കാര്യം 27-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ നിന്നെ മറയ്ക്കും, പാറമേ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അതേ അനർത്ഥങ്ങൾ കടന്നു വരുമ്പോ അതേ സ്തോത്രം ദൈവം തന്റെ കൂടാരത്തിൽ പ്രിയ കുഞ്ഞെ നിന്നെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. അതേ അനർത്ഥത്തിൽ നീ അകപ്പെട്ടു പോകാതെ വണ്ണ, അതെ അതിനകത്ത് നീ വീണു പോകാതെ വണ്ണ അനർത്ഥ ദിവസത്തിൽ നിന്നെ മറയ്ക്കുന്ന ഒരു ഒളിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും. ഹല്ലേലൂയ. ആ ചിറകിന്റെ മറവിൽ ഹല്ലേലൂയ ദൈവം നിന്നെ മറയ്ക്കും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി ഇടപെടുന്നു. നിന്നെ മറയ്ക്കുന്ന ഒരു കാര്യം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. നീ ചിലതിനെ ഓർത്ത് ഭയപ്പെടുന്നുണ്ടായിരിക്കാം. ഞാൻ എവിടെ പോയി ഒളിക്കും, എവിടെ പോയി മറഞ്ഞിരിക്കും, ഈ പ്രശ്നത്തിനകത്ത് ഞാൻ എവിടെ പോയി സ്തോത്രം ഒളിച്ചിരിക്കുമെന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പ്രിയ ദൈവ പൈതലെ, നിന്നെ ഒളിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. നിന്നെ മറയ്ക്കുന്ന ഒരു സർവശക്തനായ ചിറകുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ ചിലതിനകത്ത് മറയ്ക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. മറയ്ക്കുകയും ഒളിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല, ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, അതേ പാറമേ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. അതേ ഒളിപ്പിച്ച് നിന്നെ വച്ചുകൊണ്ടിരിക്കുകയല്ല, അതിനകത്ത് നിന്നെ ഉയർത്തും. എവിടെയാ ഉയർത്തുന്ന? ക്രിസ്തുവാകുന്ന പാറമേൽ ഉയർത്ത. ഇന്ന് കണ്ണുനീരിന്റെ മധ്യത്തിലായിരിക്കുന്ന, നിലവിളിയുടെ മധ്യത്തിലായിരിക്കുന്ന, നിന്ദയുടെ മധ്യത്തിലായിരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നെ ഉയർത്തുന്ന ഒരു ടൈമുണ്ട്. എന്നും നിന്റെ തല താണിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അടുത്ത വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഹല്ലേലൂയ. അതേ ചുറ്റും നിൽക്കുന്ന ശത്രുക്കൾ ഹല്ലേലൂയ നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ ഇല്ലായ്മ കാണുവാൻ കൂട്ടുനിന്ന് ഹല്ലേലൂയ നിനക്കെതിരായി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി, നിനക്കെതിരായി നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ ഹല്ലേലൂയ നിന്റെ തല ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് പറഞ്ഞ ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നാം ചിലപ്പോൾ ചിന്തിക്കും, എന്നും അവരുടെ മധ്യത്തിൽ അവർ പറയുന്നതും കേട്ട്, അവർ നിന്ദിക്കുന്നതും കേട്ട്, അവർ പഴിക്കുന്നതും കേട്ട്, അതെ അവർ അടിമത്തത്തിൽ തന്നെ നീ കിടക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ ചിന്തകളെ മാറ്റുന്ന രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കും. ചിലരുടെ ശത്രുക്കളുടെ വാക്കുകൾ, ചുറ്റും നിന്ന് നിന്നെ വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ നിന്റെ ഹൃദയത്തിനകത്ത് തറച്ചു കയറുന്നുണ്ടായിരിക്കാം, വേദന ഉണ്ടാകുന്നുണ്ടായിരിക്കാം. സ്തോത്ര. എന്ന് തീരും കർത്താവേ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആ ശത്രുക്കളുടെ മുമ്പാകെ ഹല്ലേലൂയ നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ കുഞ്ഞെ, നീ എന്ന് തല താണ് നടക്കുവാൻ, തല കുമ്പിട്ട് നടക്കുവാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് നീ അല്പമൊന്ന് തല താഴ്ന്നു ഇരിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആരുടെ മുമ്പിലാ? നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മുമ്പാകെ ഹല്ലേലൂയ നിന്റെ തല ഉയർത്തും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഹല്ലേലൂയ. നിനക്ക് അർപ്പിക്കുവാൻ തക്കവണ്ണം ജയഘോഷയാഗങ്ങളെ അർപ്പിക്കത്തക്ക രീതിയും ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങൾ ഉണ്ട്. ഹല്ലേലൂയ. ആ ഒരു അനുഭവം പ്രിയ ദൈവ പൈതലേ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. വിലാപത്തിന്റെ അനുഭവങ്ങളെ ദൈവം മാറ്റാൻ പോകുക. ദൈവം നിന്റെ രട്ടിനെ അയച്ചു മാറ്റിയിട്ട് ഉല്ലാസത്തിന്റെ അനുഭവം, ജയത്തിന്റെ ഘോഷം
ഹല്ലേലൂയ നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു വരത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ദൈവം ഇന്നു മുതൽ അതിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. ഒത്തിരി റൂമിനകത്തിരുന്ന് കരഞ്ഞില്ലേ, നെടുവീർപ്പിട്ടില്ലേ, എന്നെ ആര് സഹായിക്കുമെന്നോർത്ത് നെടുവീർപ്പിട്ട് ദൈവകരങ്ങളിലേക്ക് നീ നോക്കി കരഞ്ഞില്ലേ? ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിന്റെ കരച്ചിന് വിലാപം കുറിച്ചുകൊണ്ട് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസായി തൈലക്കൊമ്പുമായിട്ട് ശമൂവേ തൈലക്കൊമ്പുമായിട്ട് ഇസായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ കാണുന്ന ഒത്തിരി നമുക്ക് വേദനിക്കുന്ന ഒരു അനുഭവമായിരിക്കാം. അതേ, ഇസായി തന്റെ 7 മക്കളെ അവിടെ നിരനിരായി നിർത്തുന്നുണ്ട്, പേര് സഹിതം അവിടെ നിർത്തുന്നുണ്ട്. പക്ഷേ ആരുടെ മേലും അഭിഷേകത്തെ പകരുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ മേൽ പകരപ്പെടേണ്ട നന്മയെ, നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹത്തെ ഇനി ആരൊക്കെ മുൻപന്തി കയറി നിന്ന് കഴിഞ്ഞാലും എന്റെ ദൈവം പകരാൻ അനുവദിക്കത്തില്ല, അത് കൊടുക്കത്തില്ല. കാരണം നീ ദൈവത്തിന് വ്യത്യസ്തനാ, നീ ദൈവത്തിന് വേണ്ടി ഉള്ളവനാ. ദൈവം നിന്നെ മാനിക്കേണ്ട സാഹചര്യത്തിൽ ദൈവം നിന്നെ മാനിക്കുവാനായിട്ടിടയെ തരിക, ദൈവം നിന്നെ ഉയർത്തുവാനായിട്ടിടയെ തരിക. അത് ഹല്ലേലൂയ. നീ വനാന്തരത്തിൽ കിടന്നാലും, അതേ, നിന്നെ ആരും ലോകം അറിഞ്ഞില്ല എങ്കിലും നിന്നെ തേടി വരുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ടൈമുണ്ട്. നീ അതുവരെ ദൈവസന്നിധാനിരിക്കുവാൻ തയ്യാറാക്ക. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, അവ തക്ക സമയത്ത് നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് താണിരിക്കുക എന്ന് പറയുമ്പോൾ പ്രയാസമായിരിക്കാം, വേദന ഉണ്ടാക്കും. പക്ഷേ അതിനകത്ത് നാം താണിരിക്കുവാനായിട്ട് ഇടയായി തീരുന്നുവെക്കും തക്ക സമയത്ത് പുറത്തു കൊണ്ടുവന്ന് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയത്തിനും. കാരണം എന്താ? മനുഷ്യർ മുഖത്തേക്ക് നോക്കുമ്പോ അതേ ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയം വിശ്വസ്തയോടെ ആയിരിക്കുന്നുവോ, ആത്മാർത്ഥമായി നീ കർത്താവിനെ സേവിക്കുന്നുവോ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നിരനിരയായി നിർത്തി, എല്ലാവരെയും നിർത്തി. അതെ, ആരെയും ദൈവം അഭിഷേകം ചെയ്യുവാനായിട്ട് അനുവദിച്ചില്ല. പക്ഷെ ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അപ്പനോട് ചോദിക്കുന്നു, നിന്റെ മക്കളെ എല്ലാവരും കഴിഞ്ഞെന്ന് വെച്ചതപ്പോ അതേ ദാവീദിന്റെ പേര് പോലും ഉച്ചരിക്കുവാൻ മനസ്സില്ലാതെ വണ്ണം അപ്പൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇനിയുള്ളവനിൽ ഇളയവനുണ്ട്. നിന്റെ പേര് പോലും ഉച്ചരിക്കുവാൻ ആരും ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ അധികം താമസിക്കുന്നതിന് മുമ്പേ ഒരു പന്തി ഒരുക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ, സ്തോത്രം. അതേ, യോഗ്യന്മാരെന്ന് പറഞ്ഞു നിന്ന അതേ സഹോദരങ്ങൾ കാണുകെ, അതേ സ്തോത്രം, ഹല്ലേലൂയ, അതേ അയോഗ്യനായി കണ്ട അപ്പൻ കാണുകെ. ഇവിടെ വചനത്തിൽ 13-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്ന 12-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി, എന്നാൽ അവൻ പഴയ നിറനും സുനേന്ദ്രിയും കോമള രൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റു. ദൈവ പൈതലിനെ കാണുമ്പോൾ ദൈവം എഴുന്നേൽക്കാനിടയെടുത്തി. കാരണം എന്താ? അവന്റെ മേൽ ചിലത് പകരേണ്ടതിനായിട്ട്. അപ്പൻ എഴുന്നേറ്റ് കഴിഞ്ഞ പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, ഹല്ലേലൂയ. ചിലപ്പോ നിന്റെ പേരൊന്നും പറയാൻ സാധ്യല്ല, പക്ഷേ നിനക്കൊരു സ്വർഗത്തിലൊരു അപ്പനുണ്ട്. അപ്പനെ എഴുതി ചില അപ്പോയിന്റ്മെന്റുകൾ തന്നു കഴിഞ്ഞാൽ ആ അപ്പോയിന്റ്മെന്റുകളെ മാറ്റാൻ ആർക്കും കഴിയില്ല. ഈ ലോകത്തിലെ അപ്പന്മാരോ സഹോദരങ്ങളോ ഇടുന്നോ അല്ലെങ്കിൽ സ്തോത്ര കമ്പനിക്കാരോ ഇടുന്ന യോഗ്യത അനുസരിച്ചിടുന്ന അപ്പോയിന്റ്മെന്റിൽ നിന്നെ സെലക്ട് ചെയ്യുന്ന ഒരു ദൈവമല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് നിന്റെ മേൽ കിടക്കുമ്പോ അതേ നീ പുറത്തു നിന്നെ കൊണ്ടുവന്നിട്ട് നിന്റെ മേൽ അഭിഷേകം പകരേണ്ടതിനു വേണ്ടി നീ തന്നെയാണ് ആ വ്യക്തി. ഇവനെ തന്നെ സെലക്ട് ചെയ്തോ എന്ന് പറയേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. പ്രശ്നം കൂടെ മധ്യത്തിൽ പോകുമ്പോൾ ചോദിക്കുന്നില്ലേ, കർത്താവ് ഇത് കാണുന്നില്ലേ? കർത്താവ് എന്തേ മൗനമായിട്ടിരിക്കുന്നത്? എനിക്ക് വേണ്ടി എന്തേ കർത്താവ് പ്രവർത്തിക്കാത്തത്? ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ സ്തോത്രം. ദാവീദിനെ കണ്ടപ്പോ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക. ഓ ഹല്ലേലൂയ. 7 പേർ നിരനിരയായിട്ട് നിന്നപ്പോഴും അവരുടെ മേൽ പകരപ്പെടാത്തത് ഒന്ന് ദാവീദിനെ കണ്ടപ്പോ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. ചില കൽപ്പനകൾ സ്വർഗത്തിൽ നിന്ന് കൊടുത്തു.
ഹല്ലേലൂയ. ദൈവം കൽപ്പിക്കാതെ വേണം ഹല്ലേലൂയ നിന്റെ അനുഗ്രഹത്തെ ആർക്കും കൊടുക്കാനായിട്ട് കഴിയില്ല. നിന്റെ മേൽ ദൈവം ഒരു അനുഗ്രഹം തരാനിട്ടിരിക്കുമ്പോ സ്വർഗത്തിലെ കൽപ്പന വരുന്നത് വരെ ആ ബ്ലെസ്സിങ്ങിനെ, ആ അനുഗ്രഹത്തെ, ആ ജോലി മേഖലയെ മറ്റാർക്കും കൈകാര്യം ചെയ്യാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. ദൈവം സ്റ്റോപ്പാക്കി വച്ചിക്കും. ഹല്ലേലൂയ. അതേ, നിനക്ക് ലഭിക്കേണ്ട സാഹചര്യത്തിൽ നിന്നെ അവിടെ എത്തിക്കുന്ന ടൈം വരെ കർത്താവ് അതിനെ മറച്ചു വയ്ക്കും. ഹല്ലേലൂയ. നീ എത്തിക്കഴിയുമ്പോ അതിന്റെ ജോലി മേഖലയിൽ ലഭിക്കേണ്ട ഉയർച്ചയാക്കട്ടെ, അതേ നിനക്ക് ലഭിക്കേണ്ട ഒരു ജോലി ആയിക്കൊള്ളട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് ലഭിക്കേണ്ട ചില ഉയർച്ചകളായിക്കൊള്ളട്ടെ. നീ വരുമ്പോ ദൈവം നിന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇവനാണ് അവന്റെ അവകാശി, ഇവന്റെ മേൽ അത് പകരുക എന്നൊരു കൽപ്പന സ്വർഗത്തിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാ പ്രിയതേ മക്കളെ, അതിനെ മറ്റാർക്കും മാറ്റിക്കഴിയുവാൻ കഴിയത്തില്ല. ഇവിടെ കാണുന്നു, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരങ്ങളുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കി ദൈവം. പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി മേശ ദൈവം ഒരുക്കി തരും. ഹല്ലേലൂയ. നീ ഭാരപ്പെടേണ്ട. സ്തോത്രം. ഇന്നത്തെ സാഹചര്യം നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, ഒത്തിരി തളർത്തിക്കളയുന്നുണ്ടായിരിക്കാം, നിരാശപ്പെടുത്തുന്നുണ്ടായിരിക്കാം. ധൈര്യപ്പെട്ടിരിക്കാം, ഭാരപ്പെടേണ്ട. അതേ, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന യോഗ്യന്മാരായി കണ്ട സഹോദരങ്ങളുടെ നടുവിൽ വച്ച് അവന്റെ മേൽ അഭിഷേക തൈലത്തെ ദൈവം ഒഴിച്ചു. എവിടെയെങ്കിലും കൊണ്ടുപോയി നിന്നെ മാനിക്കുന്നൊരു ദൈവമല്ല, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി ഇട്ടവരുടെ നടുവേ, നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ പറയുന്നില്ലേ, അതിന്റെ നടുവിൽ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ നടുവിൽ വച്ച് അവർക്ക് കൊടുക്കാത്ത, അതേ ആർക്കും പകരം കൊടുക്കാത്ത ഒന്നിനെ ദൈവം നിന്റെ മേൽ പകരം പാനം ചെയ്യുവാനായിട്ടിടയത്തില്ല. അതാ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം, ജോസഫ് എന്ന സ്തോത്ര വ്യക്തിയെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം ദർശനം കൊടുത്തു, സ്വപ്നം കൊടുത്തു. പക്ഷെ തന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ കൂടി കടന്നുപോയി. ഒടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അതേ സ്തോത്രം, ജോസഫിന്റെ ദൈവം ആ സ്വപ്നത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവപ്രേതലേ, നീ ചിലതിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വരും. ഭാരപ്പെടണ്ട, ആകുലപ്പെടണ്ട. സ്തോത്രം. അത് അല്പസമയം നീ ഇതിന്റെ കൂടി കടന്നു പോകുന്ന ദൈവ പദ്ധതിയാ. കാരണം സ്തോത്രം, നീ അതിൽ കൂടി കടന്ന് ദൈവിക വാഗ്ദത്തത്തിലേക്ക് കടക്കുക. തിരുവചനത്തിൽ പറയുന്നത്, നീ അനേക കഷ്ടങ്ങളിൽ കൂടി കടന്ന് ദൈവിക വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ പൂർണ്ണ സഹിഷ്ണുത ആവശ്യമെന്ന്. ഹല്ലേലൂയ. അതേ, ചിലതിൽ കൂടിയൊക്കെ കടക്കേണ്ടി വരും പ്രിയ മക്കളെ. അതിന്റെ നടുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പാനപാത്രവാഹരുടെ പ്രമാണിയോട് പറയുന്നുണ്ട്, എന്നെ ഒന്ന് ഓർക്കണമേ. കാരണം എന്താ, അവനവിടെ കിടക്കാൻ ആഗ്രഹമില്ല, അവനവിടെ കിടക്കാനല്ല പദ്ധതി എന്ന് സ്വപ്നത്തിൽ ദൈവം കൊടുത്ത ദർശനം തന്റെ മുമ്പിൽ കിടക്കുമ്പോ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഒന്ന് ഓർക്കണമേ. പ്രിയതേ മക്കളെ, സാഹചര്യങ്ങൾ കൊണ്ട് പലരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം, പ്രിയതേ മക്കളെ, നീ മറ്റുള്ള മുമ്പിൽ കൈ നീട്ടി നിൽപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ സ്തോത്രം. ദൈവം നിന്നെ ഉയർത്തേണ്ട ടൈമിലെ ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് തിരുവചനത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 42 വാക്യത്തിലേക്ക് കടന്നു, 42 അതിന്റെ 8 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ കാണുന്നു, ജോസഫ് സഹോദരന്മാരെ അറിഞ്ഞു, എങ്കിലും അവർ അവരെ അറിഞ്ഞില്ല. പൊട്ടക്കിണറ്റിലിട്ടായ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് വന്ന സഹോദരങ്ങൾ ജോസഫിനെ അറിഞ്ഞില്ല. സ്തോത്രം. ആ പൊട്ടക്കിണറ്റിൽ ഇട്ടതോടെ, ഇസ്മായിലയുടെ കച്ചവടക്കാരുടെ കരുത്തിൽ കൊടുത്തതോടുകൂടി ജോസഫിന്റെ സ്വപ്നമൊക്കെ അവിടെ തീർന്നു, ഇവിടെ കൊണ്ട് തീർന്നു. സ്തോത്രം എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു സ്റ്റേജിലെ ഇങ്ങനെ ഒരു മുഖത്ത് ചെന്ന് നോക്കി നിൽക്കേണ്ടി വരുമെന്ന് സഹോദരങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രിയതേ മക്കളെ, നിന്റെ മേൽ കിടക്കുന്ന ദർശനം എന്തെന്നറിയാതെ, നിന്റെ മേൽ കിടക്കുന്ന സ്വപ്നം എന്തെന്നറിയാതെ പലരും നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. ആ വേദനയെ കൂടി നീ തീർന്നു പോകും, നീ തീരും. ഇനി നീ എഴുന്നേൽക്കത്തില്ല. ആ അധ്യായം അവിടെ കൊണ്ട് തീരും, ആ സ്വപ്നം അവിടെ കൊണ്ട് തീരും. അതാണല്ലോ അവിടെ പറയുന്നത്. ഇവന്റെ സ്വപ്നം എന്തായി തീരാം എന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. അവന്റെ ജീവനെ എടുത്തു കളയുവാൻ അവിടെ അവര് ദുരാലോചന ചെയ്യുന്ന ഒരു ടൈമുണ്ട്.
അതോടുകൂടി എല്ലാം തീർന്നു, അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് അവർ പദ്ധതിയിടുന്നു. പക്ഷേ അവരുടെ പദ്ധതിക്കകത്ത് നിന്റെ ജീവിതത്തെ ഒതുക്കുന്ന ഒരു ദൈവമല്ല. നിന്റെ മേൽ പദ്ധതിയിട്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവ, നിന്റെ തലമുറയെ മേൽ പദ്ധതിയിട്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവ. പ്രിയ കുഞ്ഞെ, നീ തളർന്നു പോകണ്ട. അതേ ചില സ്തോത്ര പൊട്ടക്കിണറുകളും അതേ കാരാഗ്രഹവും ഒക്കെ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. സ്തോത്രം. പക്ഷെ ഇതിനിരട്ടിയായി നിനക്ക് സന്തോഷിക്കത്തക്ക രീതിയിൽ നിന്റെ മേൽ വാഗ്ദത്തത്തെ നിറവേറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മേൽ തന്ന സ്വപ്നത്തെ നിറവേറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, ജോസഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നത്തെ ഓർത്തു. ഹല്ലേലൂയ. അതേ സ്തോത്ര, സ്വപ്നത്തെ ഓർക്കത്തക്ക രീതി. പ്രിയ ദൈവമക്കളെ, പല പ്രശ്നങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ കേട്ട ദൈവശബ്ദം നാം മറന്നു പോയിരിക്കാം. നമ്മോട് ദൈവം ഇടപെട്ടതായ ദർശനങ്ങൾ, വെളിപ്പാടുകളൊക്കെ നമ്മൾ മറന്നു പോകും. സാഹചര്യം, കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും വേദനയുടെയും മധ്യത്തിൽ കൂടിയൊക്കെ നീ കടന്നു പോകുമ്പോൾ ചിലതൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നു പോയിരിക്കാം. പക്ഷേ ചിലതൊക്കെ ടൈമായി തീരുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി വരുന്നത് കണ്ടുകൊണ്ട് നീ നിന്റെ മേൽ പകരപ്പെട്ട സ്വപ്നത്തെ ഓർക്കത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ കരം വെളിപ്പെടും. ഇന്ന് നീ ഓർക്കുന്നില്ലായിരിക്കാം, ഞാൻ എന്തുകൊണ്ട് ഈ കഷ്ടത അനുഭവിക്കുന്നു, അത് മാത്രമായിരിക്കാം നിന്റെ മുന്നിൽ നിൽക്കുന്നത്. സ്തോത്ര. പക്ഷേ ചിലരൊക്കെ നീ ഓർക്കത്തക്ക രീതി വർഷങ്ങൾക്ക് മുമ്പായിട്ട് നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് ഇടപെട്ടതായ ദൈവശബ്ദം, നീ രാത്രി ഉറങ്ങിയപ്പോൾ നീ കണ്ട സ്വപ്നങ്ങൾ, ദർശനങ്ങൾ പൊടിപറ്റി എവിടെയൊക്കെ കടക്കുന്നുണ്ടായിരിക്കാം. നിന്റെ ഒറ്റ ചിന്തയിലും ഇല്ലായിരിക്കാം. പക്ഷേ കാലങ്ങൾ അതിൻ്റെതായ സമയത്ത് അതൊക്കെ ദൈവം തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ നിറവേറ്റി തരും. ഹല്ലേലൂയ. ദൈവം അതിന് മറന്നു പോക്കിയല്ല. കാലങ്ങൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ നിന്നെ മറന്നു കളഞ്ഞു കാണും. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ജോസഫ് അവരെ കുറിച്ച് കണ്ടിരുന്ന സ്വപ്നം, അതേ സഹോദരങ്ങൾ തന്റെ മുമ്പിൽ വന്നു നിൽക്കുമെന്ന് പറഞ്ഞ ആ സ്വപ്നത്തെ ഓർക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ നീ കണ്ട ചില ദർശനങ്ങൾ, നീ കേട്ടതായ ചില ദൈവിക ശബ്ദങ്ങൾ നിറവേറുന്നത് കാണുന്ന ഒരു ടൈമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു. പ്രിയ ദൈവ പൈതലെ, പ്രിയ കുടുംബമേ, പ്രിയ കുഞ്ഞെ, വർഷങ്ങളായി നീ ചിലപ്പോൾ മറന്നുപോയി കാണുമായിരിക്കാം ചില ദൈവ ശബ്ദങ്ങൾ, നീ ചിലപ്പോൾ മറന്നുപോയി കാണും ചില ദൈവിക ദർശനങ്ങൾ. ഹല്ലേലൂയ. നിന്റെ മേൽ കൈമാറിയ ആലോചനകൾ നീ മറന്നുപോയി കാണും. സാഹചര്യങ്ങൾ നിന്നെ അത്രത്തോളം ഞെരുക്കി കാണുമായിരിക്കാം. പക്ഷെ അത് ഓർക്കത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ചിലതിന്റെ പൂർത്തീകരണങ്ങൾ നടക്കാൻ പോകുക. ചില സ്വപ്നത്തിന്റെ പൂർത്തീകരണങ്ങൾ, ചില ദർശനത്തിന്റെ പൂർത്തീകരണങ്ങൾ, ചില ദൈവിക ആലോചനയുടെ പൂർത്തീകരണങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിൽ അത് ഓർത്തു വരത്തക്ക രീതി ദൈവം അതിനെ നിറവേറ്റാൻ പോകുക. നിന്നോടുള്ള ദൈവീയ വാഗ്ദത്തങ്ങളൊന്നും ദൈവം മറന്നു കളയത്തില്ല. അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ ഇവനെ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ട അതേ സ്തോത്രം. ഹല്ലേലൂയ. സഹോദരങ്ങൾക്ക് ദൈവം അവനെ ഒരു അനുഗ്രഹമാക്കി നിർത്തി അവന്റെ തലയെ ദൈവം ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെയാ ജോസഫിനെ ദൈവം മാനിച്ചത് അവിടെ കാണുന്നു. 41 അധ്യായം അതിന്റെ 41 42. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ ജോസഫിനോട് പറഞ്ഞു. ചിലതിനൊക്കെ മേലധികാരി ആക്കി വച്ചു സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോദ്ര ഊരി ജോസഫിന്റെ കൈക്കിട്ടോ, സ്വർണ്ണ സരപ്പിളിയും അവന്റെ കഴുത്തിലിട്ടോ. പൊട്ടക്കിണറ്റിൽ വീടുമ്പോ സഹോദരോടൊക്കെ അപേക്ഷിച്ച് കാണും, എന്നെ ഇവിടെ നിന്നൊന്ന് കയറ്റണമേ. ഇസ്മേൽ കച്ചവടക്കാർ കൊണ്ടുപോയി അതേ സ്തോത്രം തന്റെ വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റി അതേ കച്ചവടക്കാരുടെ മുമ്പാകെ വില പേശിയപ്പോഴും ഓർത്ത് കാണും. സ്വപ്നം മറ്റൊന്നാണല്ലോ. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നിന്നെ വേദനിപ്പിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളിൽ കൂടി നീ കടന്നുപോയി കാണുമായിരിക്കാം. സ്തോത്രം. നിന്നെ തകർത്ത് കളയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി കാണുമായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ച് പറയട്ടെ, മേത്രമായിരിക്കുന്ന ചില ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ദൈവം ചിലത് അണിയിക്കാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധിയെ നീ കാത്തു സൂക്ഷിച്ച് നീ നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അതേ സ്തോത്രം ചില അധികാരങ്ങൾ കർത്താവ് നിന്നെ ഏൽപ്പിക്കും. ഇവിടെ വചനത്തിൽ പറയുന്നു അതേ സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവിടെ ജോസഫിനെ മേലധികാരിയാക്കി ദൈവം തമ്പുരാൻ അവിടെ നിയോഗിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു.
സ്തോത്രം. അപ്പൻ കൊടുത്തതായ വസ്ത്രത്തെ ഊരുമാറ്റി ദുഷ്ടജന്തുക്കൾ തിന്നു കളഞ്ഞെന്ന് സഹോദരങ്ങൾ ചെന്ന് പറഞ്ഞു. പറയുമ്പോൾ ഒരിക്കലും ഓർത്ത് കാണില്ല. നേർമയുള്ള ഒരു വസ്ത്രവും ധരിച്ചുകൊണ്ട് ജോസഫ് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി നിൽക്കേണ്ടി വരുമെന്ന്. ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്ന ദർശനം എന്തെന്നറിയാതെ, നിന്റെ മേൽ കൈമാറിയ സ്വപ്നം ആരാണ് കൈമാറിയെന്നറിയാതെയാ ലോകം നിന്നെ വേദനിപ്പിക്കുന്നത്, മറ്റുള്ളവർ നിന്നെ വേദനിപ്പിക്കുന്നത്. ഭാരപ്പെടണ്ട, തകർന്നു പോകണ്ട. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അതേ സ്തോത്രം. ഏറ്റവും മേന്മയുള്ളത്, ഏറ്റവും സ്തോത്രം ഹല്ലേലൂയ, നേർമയുള്ള വസ്ത്രം നിന്റെ മേൽ ധരിപ്പിച്ച് നിന്നെ മാനിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പലരിടത്തും കെഞ്ചിയില്ലേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പലരുടെ മുമ്പാകെ ചെന്ന് കൈ നീട്ടില്ലേ. പ്രിയ കുഞ്ഞെ, ഭാരപ്പെടണ്ട, സ്തോത്രം, നിരാശപ്പെടണ്ട. നിന്നെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദാവീദിനെ ശത്രുക്കളുടെ മുമ്പാകെ മാനിച്ചതായി നടുവിൽ വെച്ച്, സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് മാനിപ്പിച്ച് ഉയർത്തിയ ദൈവം ഇവൻ തന്നെ. ഇവന്റെ മേൽ അഭിഷേകം പകരുക. സ്തോത്രം. അടുത്ത ജോസഫിന്റെ ജീവിതത്തെ കാണുവാൻ സാധിക്കുന്നു. ഏറ്റവും നേർമയുള്ളതിനെ കൊടുത്ത് അതേ രാജ്യത്തിന്റെ അധികാരിയാക്കി ദൈവം മാനിച്ചു. ജോസഫ് അവരെ കണ്ടപ്പോ തന്റെ മേൽ കടന്ന സ്വപ്നത്തെ അവൻ ഓർത്തു. ഹല്ലേലൂയ. സാഹചര്യങ്ങളൊക്കെ നിന്നെ ചിലത് മറന്നുപോയെങ്കിലും ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ടൈം ആകുമ്പോൾ നീ ചിലതൊക്കെ ഓർത്ത് സന്തോഷിക്കുവാനായിട്ടിടയായിത്തീരും. എന്റെ ദൈവ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തന. ഹല്ലേലൂയ. വാക്കുമാറാത്ത ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, നീ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ശത്രുക്കളുടെ മുമ്പാകെ, ചുറ്റുമുള്ള ശത്രുക്കളുടെ മുമ്പാകെ തല ഉയർത്തും എന്ന് പറഞ്ഞിട്ട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിന്റെ ഹൃദയം ക്ഷീണിച്ചു പോണ്ട. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്ക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതനോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയണ്ടേ, സാഹചര്യങ്ങളെ കൊണ്ട് നീ അധൈര്യപ്പെട്ടു പോകണ്ട, ഭാരപ്പെട്ടു പോകണ്ട, ഉറച്ചു നിൽക്ക. അതേ ദൈവം നിന്നെ, സ്തോത്രം, ശത്രുക്കളുടെ മുമ്പാകെ ദൈവം നിന്നെ തല ഉയർത്തി ദൈവം നിന്നെ മാനിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തന്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അപ്പാ, സ്തോത്രം, അയോഗ്യനായി കണ്ട ദാവീദിനെ കർത്താവേ അപ്പാ വിളിച്ചു വരുത്തി. അപ്പാ, അവനെ കണ്ടു കഴിഞ്ഞപ്പോ ദൈവം എഴുന്നേറ്റ് ഇവന് മേൽ അഭിഷേകം പകരുക എന്ന് പറഞ്ഞ് അവന്റെ മേൽ, സ്തോത്രം, തന്റെ സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് അഭിഷേക തൈലത്തെ പകർന്നു കൊടുത്തതായ സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, തന്റെ മേൽ പകരപ്പെട്ട സ്വപ്നത്തെ പൂർത്തീകരിച്ച് താൻ അത് ഓർക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. ഏറ്റവും നേർമയുള്ളതും മേത്തരമായിട്ടുള്ളത് അണിയിച്ച് അതേ, സ്തോത്ര, സഹോദരങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ, അതേ, അവനെ തകർത്ത് കളയുവാൻ പദ്ധതി ഇട്ടവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ജോസഫിനെ മാനിപ്പിച്ച് ഉയർത്തിയതായ ദൈവ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചുറ്റും നിൽക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിൽ ഇവരെ തല ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ അവരെ മാനിപ്പിക്കുന്ന ദൈവത്തിന്റെ കര, അപ്പൊ ഇവരെ വേദനിപ്പിച്ചവരുടെ നടുവിൽ, ഹല്ലേലൂയ, ഇവരെ തല ഉയർന്നു നിർത്തുന്ന ദൈവത്തിന്റെ കര യേശു ക്രിസ്തുവിന്റെ നാമത്തെ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. തല ഉയരട്ട് കർത്താവേ, മാനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും വേദനയുടെ മധ്യത്തിലായിരിക്കുന്ന തന്റെ ജനത്തെ കർത്താവ് ഈ പകൽക്കാലം സന്ദർശിക്കണമേ, വിടുവിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.